എല്ലാവർക്കും കർത്താവിൻ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. താല്പര്യത്തോടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന നിങ്ങളുടെ ആ ഉത്സാഹത്തിന്, എല്ലാവരുടെയും ഉത്സാഹത്തിന് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയ സഹോദരൻ ജിജി കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള താരതമ്യ പഠനത്തിൽ, കമ്പാരിസണിൽ നമ്മൾ പ്രത്യേകമായിട്ടും പരിചിന്തനം ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർച്ച എന്നോണം ചില കാര്യങ്ങൾ കൂടെ നമ്മൾക്കൊന്ന് പരിഗണിക്കാം എന്ന് വിചാരിക്കുകയാണ്. ന്യായപ്രമാണം പ്രതികാരത്തിൻ്റെ ഒരു പ്രമാണമാണ്. അത് നമുക്കൊരു വാക്യം നോക്കാം, അപ്പോൾ അത് മനസ്സിലാവുള്ളൂ. ഒരുപാട് വചനങ്ങളുണ്ട്, ഞാനതൊക്കെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം പറയുക ബുദ്ധിമുട്ടാണ്, കാര്യം ഈ ക്ലാസ്സിൻ്റെ സമയം കൂടുതൽ അത് അപഹരിക്കുമല്ലോ. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ, പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം നോക്കുക. എന്താ? പല്ലിനു പകരം പല്ല്, കൈക്ക് പകരം കൈയ്യ്, കാലിന് പകരം കാല്, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. ഇത് ന്യായപ്രമാണം പറയുന്ന ഒരു നിബന്ധനയാണ്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സുവിശേഷത്തിൽ, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ന്യായപ്രമാണം മനുഷ്യനോട് പറയുന്നത്, അത് സ്വല്പം വ്യത്യാസപ്പെടുത്തി വേണം നമ്മൾ മനസ്സിലാക്കാൻ. വളരെ ആളുകൾ ഈ ഭാഗം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇത് പൗരന്മാർ തമ്മിൽ, സാധാരണ ജനങ്ങൾ തമ്മിൽ പ്രമാണിക്കേണ്ട ഒരു നിയമമല്ല. ഇത് യഹൂദന്മാരുടെ, ഇസ്രായേല്യരുടെ ഇടയിൽ കോടതി വ്യവഹാരത്തിൽ ന്യായാധിപന്മാർ നടപ്പാക്കേണ്ട കാര്യമാണ്. അല്ലാതെ വ്യക്തികൾ തമ്മിൽ കയ്യേറ്റത്തിന് ന്യായപ്രമാണം അനുവദിക്കുന്നില്ല. അത് വിത്തിൻ ബ്രാക്കറ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രത്യേകത, അത് പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്നുള്ളതാണ്. ഒരാളുടെ കണ്ണ് ആരെങ്കിലും അടിച്ച് തകർത്താൽ, കണ്ണിന് പരിക്കേൽപ്പിച്ചാൽ, ആ പരിക്കേൽപ്പിക്കുന്ന ആളിൻ്റെ കണ്ണിന് തിരിച്ചു ഏൽപ്പിക്കണം. അതുപോലെ തന്നെ കൈക്ക് പകരം കൈ, കണ്ണിന് പകരം കണ്ണ്. ഇത് ഒരു ന്യായപ്രമാണ നിയമമാണ്. നമ്മളിത് ധാരാളം കേട്ടിട്ടുള്ളതാണ്. ഇത് നമ്മൾ മാത്രമല്ല, ബൈബിളിന് പുറത്തുള്ള, ക്രൈസ്തവികതയ്ക്ക് പുറത്തുള്ള ക്രിസ്തേതരായിട്ടുള്ള ആളുകളും ഇത് പറയാറുണ്ട്. എന്നാൽ ഇത് പഴയ നിയമത്തിൻ്റെ ഒരു പ്രമാണമാണ്. അത് കോടതി നടപ്പാക്കാൻ ഉള്ള ഒരു പ്രമാണമാണ്. യഹൂദന്മാരുടെ ഇടയിൽ കോടതി നടപ്പാക്കാനുള്ള ഒരു പ്രമാണമാണ്. എന്നാൽ കൃപ എന്താണ് നോക്കട്ടെ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ എന്താ? ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. കണ്ണിന് പകരം കണ്ണ് എന്നുള്ള പ്രമാണമല്ല കൃപയുടെ പ്രമാണം. കൃപയുടെ പ്രമാണം വലത്തെ ചെകിട്ടത്തിന് അടിച്ചാൽ ഇടത്തേത് കാണിച്ചു കൊടുക്കുക. അല്ല, ചിലർക്ക് 2 കൈയും വാക്കുള്ളവരുണ്ടല്ലോ, ഇടത് ചെകിട്ടത്താണ് അടിക്കുന്നതെങ്കിൽ വലത് കാണിച്ചു കൊടുക്കുക. ഇതാണ് കർത്താവായ യേശുവിൻ്റെ പ്രമാണം.
യേശുക്രിസ്തു ഒരിക്കലും ഒരു പ്രതികാരത്തിന് വേണ്ടി ഒരിക്കലും കർത്താവ് ആഹ്വാനം ചെയ്തിട്ടില്ല. കർത്താവ് പറഞ്ഞത് വാൾ ഉറയിലിടുക എന്നുള്ളതാണ്. അതിൻ്റെ സന്ദർഭങ്ങളൊക്കെ വിശദീകരിക്കാൻ ഞാൻ സമയപരിമിതി കൊണ്ട് ഞാൻ അവിടേക്ക് തിരിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ കർത്താവ് അടിക്കുന്നവർക്ക് തൻ്റെ മുതുക് കാണിച്ചു കൊടുത്തു. രോമം പറിക്കുന്നവർക്ക് കർത്താവ് തൻ്റെ മുഖം കാണിച്ചു കൊടുത്തു. ഇതാണ് ക്രിസ്തുവിൻ്റെ പ്രമാണം. പ്രതികാരം ചെയ്യുക എന്നുള്ളത് ക്രൈസ്തവ പ്രമാണമല്ല. നമ്മൾ ഓർക്കണം, ഇന്ന് പലരും ഇതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികാരം ചെയ്യാൻ പാടില്ല. ഇന്ന് പല ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ ഇൻക്ലാബ് വിളിക്കുകയും സിന്ദാബാദ് വിളിക്കുകയും പിന്നെ കല്ലും കൊഴിയും കമ്പും ഒക്കെ ആയിട്ട് ആയുധമൊക്കെ എടുത്ത് പല പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് കാണുമ്പോൾ യേശുക്രിസ്തു അത് ഈ ഭാവനം ചെയ്തിട്ടില്ല. കൃപ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പുതിയ നിയമം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മൾ വായിക്കുന്നത് റോമാലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നന്മയാൽ തിന്മയെ ജയിക്കണം എന്നുള്ളതാണ് പുതിയ നിയമ പ്രമാണം. അപ്പോൾ ന്യായപ്രമാണം പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുന്നതാണെങ്കിൽ കൃപ പ്രതികാരം ചെയ്യുന്നതല്ല, അതിന് വിപരീതമായിട്ടുള്ള നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്നാൻ കൊടുക്കണം, അവന് ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കണം. ഇതാണ് കൃപയുടെ പ്രമാണം. ഇനിയും 8-ാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ന്യായപ്രമാണം പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 43-ാം വാക്യം നോക്കുക. മത്തായി 5:43 കർത്താവ് ന്യായപ്രമാണം ഉദ്ധരിക്കുകയാണ്. ആദ്യം അതൊന്ന് നോക്കാം നമുക്ക്. 5:43 കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തു. ന്യായപ്രമാണം പറയുന്നത് എന്താ? നിന്റെ കൂട്ടുകാരനെ സ്നേഹിച്ചു, പക്ഷേ ശത്രുവിനെ പകയ്ക്കണം. ഇതാണ് ന്യായപ്രമാണം നൽകുന്നത്. മോശ മുഖാന്തരം നൽകപ്പെട്ട പ്രമാണത്തിൽ പറയുന്നത് നമ്മൾ ഓർക്കണം, അതൊരു കൂട്ടുകാരനാണോ അവനെ സ്നേഹിച്ചോ, എന്നാൽ നിന്റെ ശത്രുവിനെ പകയ്ക്കണം. ഇത് ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. പഴയ നിയമത്തിലെ ഒരു വാക്യം ഞാൻ തരാം, വേറെ വാക്യങ്ങളുണ്ട് എങ്കിലും ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഒന്ന് കേട്ടെ. 19:18 നിന്റെ മക്കളോട് പക വെക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതാണ് വാസ്തവത്തിൽ പഴയ നിയമവും അനുശാസിക്കുന്നതും പഴയ നിയമം ഉദ്ദേശിക്കുന്നത്. എന്നാൽ യഹൂദന്മാർ അതിനെ കർത്താവായ യേശുവിൻ്റെ കാലമായപ്പോഴത്തേക്കും നമ്മളെ മത്തായി സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം, അതിപ്പോൾ എനിക്ക് വിശദീകരിക്കാൻ നിവർത്തിയില്ലല്ലോ. ഞാൻ ഒരു വാക്കിൽ പറയാം. പഴയ നിയമത്തെ ഈ യഹൂദ റബ്ബിമാരും ശാസ്ത്രിമാരും പരീശന്മാരും വ്യാഖ്യാനിച്ചപ്പോൾ, ഇന്റർപ്രറ്റ് ചെയ്തപ്പോൾ പഴയ നിയമത്തിൽ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും അവർ ജനത്തെ പഠിപ്പിച്ചു. അപ്പോൾ പ്രത്യേകിച്ചും ഓർക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കണേ, പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ അവർ റോമാക്കാരുടെ അടിമകളാണ്. റോമൻ സാമ്രാജ്യമാണ് അവരെ ഭരിക്കുന്നത്. അപ്പോൾ റോമൻ ജനതയോട് ആ ഭരണത്തോടും വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കാൻ വേണ്ടി ന്യായപ്രമാണ കൽപ്പനകളെ അത് എഴുതിയിരിക്കുന്നത് പോലല്ല
പലതും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ പഠിപ്പിക്കുകയുണ്ടായി. അത് മനസ്സിൽ വെച്ചോണം. അങ്ങനെയാണ് ഈ പ്രമാണവും അവർ തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചത്. എന്താ? കൂട്ടുകാരനെ സ്നേഹിക്കാം, പക്ഷേ ശത്രുവിനെ പകയ്ക്കണം എന്നുള്ളത്. ഇത് കൃപയുടെ പ്രമാണത്തിൽ വന്നപ്പോൾ ശത്രു എന്നവനെ ഒരു വിധത്തിലും പകയ്ക്കാനോ ഉപദ്രവിക്കാനോ പുതിയ നിയമം പഠിപ്പിക്കുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞ എന്താ? ആ അതേ വാക്യത്തിൽ തന്നെ 5:44 പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാനോ നിങ്ങളോട് പറയുന്നത് എന്താ? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, പിന്നെ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശപിക്കാതെ അനുഗ്രഹിക്കണം. കർത്താവ് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വലിയ മാനങ്ങളുള്ളതാണ്. നമ്മുടെ നമ്മുടെ ഷൈജൻ ബ്രദർ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഒരു പുസ്തകം അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട്. എന്താ? സ്നേഹത്തിനൊരു ഭാഷ്യം എന്ന ആ ഗ്രന്ഥം. അതിൽ ഞാൻ ഈ കാര്യം, പലരും ഈ പ്രസംഗമൊക്കെ ആണെങ്കിൽ പലരും അത് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ പലരും വായിക്കാറില്ല. എന്നെ ഒരു സാഹിത്യകാരിക്ക് ഞാൻ ഈ പുസ്തകം ട്രെയിനിൽ വെച്ച് യാത്ര ചെയ്തപ്പോൾ ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തു. അപ്പോൾ അതിനകത്ത് എൻ്റെ നമ്പറുണ്ടല്ലോ. അന്ന് രാത്രിയിൽ ആ മാതാവ് എന്നെ വിളിച്ചു. നല്ലൊരു എഴുത്തുകാരിയാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, ഞാൻ ഈ ബൈബിൾ സംബന്ധമായിട്ടുള്ള ബുക്കുകളൊക്കെ ഒത്തിരി വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊരു പ്രത്യേക അനുഭൂതിയാണ് എനിക്ക് നൽകിയത്. ഞാൻ ധരിച്ചതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്, ഒരു കൺസെപ്റ്റാണ് എനിക്കിതിൽ കാണാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ പുസ്തകത്തിൽ അത് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താ? നമ്മുടെ നിലവാരം, പുതിയ നിയമ വിശ്വാസികളുടെ നിലവാരം എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ്. വളരെ ഉയർന്ന ഒരു ആത്മീക നിലവാരമാണ് ഒരു ക്രിസ്ത്യാനിക്കുള്ളത്. ഞാൻ ആ ഭാഗത്തൊന്ന് സ്പർശിച്ചു പോകാം. നോക്കട്ടെ, ആ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് അത് വ്യാഖ്യാനിക്കുകയാണ്. നമ്മൾ ഓർക്കണം, വേദപുസ്തകം പഠിപ്പിക്കുന്ന പലരും ക്ലാസ്സിലുണ്ടല്ലോ. ഞാൻ പ്രത്യേകം പറയുക, നമ്മൾ ഈ ദൈവവചനം വ്യാഖ്യാനിച്ച് പഠിപ്പിക്കും, ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിനെ നമ്മൾ മാതൃകയാക്കണം. എപ്പോഴും കർത്താവിനെയാണ് മാതൃകയാക്കണം. ദൈവവചനം ഉദ്ദേശിക്കാത്ത ഒരു കാര്യം ജനത്തിന് കൈമാറരുത്. വളരെ ശ്രദ്ധിച്ചോണം. ഇനി മറ്റൊരു കാര്യം, ദൈവവചനം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യണം. ഉദ്ദേശിക്കാത്തത്, ബൈബിൾ ഉദ്ദേശിക്കാത്തത് നമ്മൾ പഠിപ്പിക്കാൻ പാടില്ല. 2, ബൈബിൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ആരൊക്കെ എതിർക്കും, ആരൊക്കെ അനുകൂലിക്കും, ഇനി നമ്മളെ വിളിക്കുമോ, നമുക്ക് അവസരം കിട്ടുമോ, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വ്യക്തമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ പറയണം. നോക്കണം, കർത്താവായ യേശുക്രിസ്തു ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കിയേ, ഞാനത് വായിച്ചു പോകാം. 46-ാം വാക്യം കർത്താവ് പറയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നവരെ മാത്രം നമ്മൾ സ്നേഹിച്ചാൽ നമ്മൾ ഏത് ലെവൽ വരെ ഉയർന്നു? ചുങ്കക്കാരുടെ ലെവൽ വരെ ഉയർന്നു. ഒരു ചുങ്കക്കാരന്റെ ലെവൽ വരെ നമ്മളായിട്ടു. കേട്ടോ? നമ്മളെ സ്നേഹിക്കുന്ന ഒരാളിനെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുക. എന്നെ ഉപദ്രവിക്കുന്നവനെ ഞാൻ സ്നേഹിക്കത്തില്ല, എന്നെ സ്നേഹിക്കുന്നവനെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാണ്, ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ആ സ്റ്റാൻഡേർഡ് വരെ നമ്മളാകുന്നുള്ളൂ. അടുത്ത് നോക്കിയേ, 47-ാം വാക്യം. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? നമ്മുടെ സഹോദരന്മാരെ കാണുന്നുണ്ട്, ഗുഡ് മോർണിംഗ്, വന്ദനം, പ്രൈസ് ലോർഡ്. സഹോദരന്മാരെ കാണുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. മനസ്സിലായി? മറ്റുള്ളവരെ കാണുമ്പോൾ മൈൻഡ് ചെയ്യത്തില്ല.
നമ്മൾ എത്തറ്റം വരെ ആയി? ജാതികളെ ഏത് പോലെ ലെവൽ വരെ ആയി? ജാതികളെ പോലെ ജാതികളുടെ നിലവാരത്തിലായി. ജാതികളുടെ ലെവലിലെ ഒരു ജാതിയുടെ ലെവലിലേ ആയുള്ളൂ. എന്നാൽ നോക്കണം, നിങ്ങളുടെ 48 സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും നമ്മളെ സൽഗുണപൂർണരാകുവിൻ. സ്നേഹിക്കുന്നവരെയും നമ്മളെ പകയ്ക്കുന്നവരെയും സ്നേഹിക്കുമ്പോൾ നമ്മൾ ഏത് ലെവൽ വരെ എത്തുമെന്നറിയാമോ? സ്വർഗീയ പിതാവിന്റെ. സ്വർഗീയ പിതാവിന്റെ ലെവൽ വരെ എത്തുക. ആമേൻ. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിലാക്കണം. ഈ അനേക ആളുകൾ ഇന്ന് ക്രൈസ്തവ മണ്ഡലത്തില് ഒരുപാട് ദൈവമക്കളെ ഉപദ്രവിക്കുന്നുണ്ട്. കാരണം കൂടാതെ തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങോട്ട് അവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഷൈജൻ ബ്രദറിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഞാൻ ഷൈജൻ ബ്രദറിനെ ഉപദ്രവിക്കാൻ വരുന്നില്ല. പക്ഷേ എന്നെ കൊന്നേ അടങ്ങുള്ളൂ എന്ന് ഷൈജൻ ബ്രദർ അങ്ങ് പിന്നെ ശപഥം എടുക്കുക. ഇത് ക്രിസ്തീയതയല്ല, ഇത് ക്രൈസ്തവികതയല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. കൃപയുടെ പ്രമാണം എപ്പോഴും സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നതല്ല. കൃപയുടെ പ്രമാണം, യേശുക്രിസ്തു മുഖാന്തരം വന്ന കൃപയുടെ പ്രമാണം നമ്മളെ ഉപദ്രവിക്കുന്ന നമ്മുടെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും, 3 വാക്കുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശത്രുവിനെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, 3ാമത് ശപിക്കാതെ അവരെ അനുഗ്രഹിക്കുക. ഇതാണ് നമ്മുടെ കർത്താവ് കാണിച്ച മാതൃകയും. അത് തുടരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇനിയും 9ാമത്, ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള താരതമ്യ പഠനത്തില് ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. അതെന്താണ്? ഈ ന്യായപ്രമാണം എപ്പോഴും പറയുന്നത്, അതും തെറ്റായിട്ടുള്ള വ്യാഖ്യാനം ഉണ്ട് കേട്ടോ. ഞാനിത് എൻ്റെ മനസാക്ഷിയിലെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് നമ്മുടെ പഠനത്തോട് ബന്ധപ്പെട്ട് ഇത് വ്യക്തമാക്കേണ്ടത് കൊണ്ട് മാത്രം ഈ സൈഡ് മാത്രം ഞാൻ പറഞ്ഞു പോവുക. ഇതിന് വേറൊരു സൈഡുണ്ട്, ഒരു മറുവശമുണ്ട്. അത് ഒക്കെ നമ്മൾക്ക് വിപുലമായ പഠനത്തിലേ സാധിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇങ്ങനെ ഗ്രഹിക്കുക, ഈ ന്യായപ്രമാണം എപ്പോഴും പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. പ്രവർത്തിക്കുക, ജീവിക്കുക. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കട്ടെ. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. അതാണ് ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് പറയുന്നത്. അത് പ്രവർത്തിക്കുന്നവൻ, പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നവൻ അതുകൊണ്ട് ജീവിക്കും. പ്രമാണിക്കുന്നവൻ, പ്രവർത്തിക്കുക, ജീവിക്കുക. ഒരുപാട് വചനങ്ങളുണ്ട് കേട്ടോ. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ തരാം. യെഹെസ്കേൽ പ്രവചനത്തിലും ഒക്കെ ഇത് ആവർത്തിക്കുന്നുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകത്തിലും പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലും ഒക്കെ ഉണ്ട്. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കട്ടെ. ലേവ്യ പുസ്തകം 18-ാം അധ്യായം. ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. എൻ്റെ ന്യായപ്രമാണത്തിൽ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ചട്ടങ്ങളും പ്രമാണങ്ങളും നിങ്ങൾ അനുസരിക്കണം. അത് നിങ്ങൾ അനുസരിച്ചാൽ അത് മുഖാന്തരം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഇത് പുതിയ നിയമത്തിൽ ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. പ്രവർത്തിക്കുക, പ്രവർത്തിച്ച് ജീവിക്കുക. ചുരുക്കത്തിൽ റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും പ്രധാനമായിട്ട് പറയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം ഇതാണ്. എന്താ? പ്രവർത്തിക്കുക, നീതീകരണം പ്രാപിക്കുക. പ്രവൃത്തിയാലുള്ള നീതീകരണം, പ്രവർത്തിച്ച് രക്ഷപ്പെടുക,
പ്രവൃത്തിയാലുള്ള രക്ഷ. ഞാൻ എളിമയോട് പറയട്ടെ, ഇന്ന് പല ക്രൈസ്തവ സഭകളും, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മെസ്സേജ് കേട്ടു. ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്ററാണ്, അത്ര വലിയ പ്രായമുള്ള ആളല്ല, ഒരു പുതിയ ആളാണ്. അദ്ദേഹം പ്രസംഗിച്ച് വന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, പുതിയ നിയമോപദേശം പറയുന്നത് സ്നാനത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സ്നാനപ്പെടുന്ന ഒരാൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അയാൾ ചോദിക്കുന്ന കാര്യങ്ങളും ഉത്തരം എല്ലാം അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം വിശദീകരിക്കുകയാണ്, എന്താ നീ വെള്ളത്തിലേക്ക് മുങ്ങുന്നുടഞ്ഞ് നീ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെടുകയാണ്, വെള്ളത്തിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ ഉയർത്തപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? ന്യായപ്രമാണം പറയുന്ന കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞ്. എന്താ? സ്നാനം എന്ന കർമ്മത്തിലൂടെയാണ് രക്ഷിക്കപ്പെടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞ് പഠിപ്പിച്ചത്. ഞാൻ സ്നാനത്തിനെതിരല്ല, എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഈ പറഞ്ഞത് ദുരുപദേശമാണ്, ദൈവവചനത്തിൽ പറയുന്ന ഉപദേശം അല്ല, പുതിയ നിയമത്തിലെ ഉപദേശമല്ല. അപ്പോൾ പല ആളുകളും പുതിയ നിയമം വിശ്വസിക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിലെ കർമ്മത്താലുള്ള രക്ഷ എന്ന് പറഞ്ഞതുപോലെ പല ആളുകളും എന്താ അവര് ചിന്തിക്കുന്നത് കർമ്മം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് രക്ഷിക്കപ്പെടാമെന്നാണ്. ഇല്ല. സ്വർഗത്തിൽ പോകാൻ എന്റെയോ നിങ്ങളുടെയോ അണിവരലിന്റെ പ്രവൃത്തിയുടെ ആവശ്യമില്ല കേട്ടോ. പ്രവൃത്തിയാലല്ല രക്ഷിക്കപ്പെടുന്നത്, പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെടുന്നത്. പ്രവർത്തിക്കുക, ജീവിക്കുക എന്നുള്ളതല്ല പുതിയ നിയമ പ്രമാണം. പുതിയ നിയമത്തിലെ പ്രമാണം എന്താണെന്നറിയാമോ? ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്താ? നീ അവനോട് കൂടെ മരിച്ചു, 2000 കൊല്ലത്തിന് മുമ്പ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അത് നീ എന്ത് ചെയ്താൽ മതി? നീ വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കുക, ജീവിക്കുക. ഇതാണ് കൃപയുടെ പ്രമാണം. ശക്തമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇതാണ് പല ആളുകൾ, ഈ ചില സുവിശേഷ വിഹിത സഭകൾ, വേർപെട്ട സമൂഹങ്ങൾ തന്നെ രക്ഷ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ്. രക്ഷയുടെ സുരക്ഷിതത്വത്തിൽ, ദ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഭദ്രതയിൽ പലരും വിശ്വസിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൂടെ വേണം എന്നുള്ള പഠിപ്പിക്കൽ തികച്ചും തെറ്റാണ് പ്രിയപ്പെട്ടവരെ. ഇത് തിരിച്ചറിയാൻ പാടില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന വലിയ അപകടമാണ്. ഞാൻ പറഞ്ഞത് വേറൊരു നിലയിൽ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇനി ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വിശുദ്ധിയിൽ ജീവിക്കണം, അല്ലേ? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിക്കണം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടെ, ആരും ലീവ് ചെയ്യരുത്. കാരണം ഇത് എന്തോ ഈ പറയുന്നേ, ഇതൊരു ദുരുപദേശമല്ലേന്ന് ഒരിക്കലും ലീവ് ചെയ്യരുത്. ശ്രദ്ധിക്കണേ. പുതിയ നിയമം നമ്മളോട് പറയുന്നുണ്ട്, രക്ഷിക്കപ്പെട്ടവരോട്, നീ സ്വർഗത്തിൽ പോകും, നിന്റെ പ്രവൃത്തി കൊണ്ടല്ല, നീ എന്നിൽ വിശ്വസിച്ചത് കൊണ്ട് നീ സ്വർഗത്തിൽ പോകും. എന്നാൽ നീ വിശുദ്ധിയിൽ ജീവിക്കണം. ദൈവവചനം പറയുന്നുണ്ട്, പുതിയ നിയമം പറയുന്നു. എന്താണ് ഈ ന്യായപ്രമാണവും ഈ കൃപയുടെ പ്രമാണവും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാമോ? പ്രവർത്തിക്കുക എന്ന് ന്യായപ്രമാണം പറയുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ? പ്രവർത്തിക്കാൻ പറയുന്നുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ സഹായിക്കത്തില്ല. പ്രവർത്തിക്കണമെന്ന് പറഞ്ഞേച്ച് ന്യായപ്രമാണം മാറി നിൽക്കുക. എന്നാൽ കൃപ എന്താ തരുന്നതെന്നറിയാമോ? ഞാൻ ഒറ്റ വാക്കിൽ പറയാം. ഈ കൃപ എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കാം. പ്രവർത്തിക്കുക എന്ന് പറയുക മാത്രമല്ല,
പ്രവർത്തിക്കാനുള്ള കൃപ നൽകുകയും ചെയ്യുന്നു, ശക്തി നൽകുന്നു. ന്യായപ്രമാണം നമ്മളോട് പ്രവർത്തിക്കാൻ പറഞ്ഞിട്ട് മാറി നിൽക്കുക. എനിക്കിതിനൊക്കെ ഉദാഹരണങ്ങൾ പറയാൻ താല്പര്യമുണ്ട്. പക്ഷെ റോമാലേഖനം നമ്മൾ പഠിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് കുറേ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, പ്രവർത്തിക്കുക, ജീവിക്കുക എന്ന് ന്യായപ്രമാണം പറയുമ്പോൾ നീ ജീവിച്ചോ, പുതിയ നിയമം പറയുക, നീ ജീവിച്ചോ. എങ്ങനെയാണെന്നറിയാമോ? വിശ്വാസത്താൽ ജീവിക്കുക. നോക്കണം, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ എഫേസോസിലുള്ള വിശ്വാസികൾക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ കൃത്യം പറയുന്നുണ്ട്, കൃപയും വിശ്വാസം രണ്ടും കൂടെ ചേർത്താ വെച്ചിരിക്കുന്നത്. കൃപയാലല്ലോ, വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്താ? ഇതിന് പ്രവൃത്തികൾ കാരണമല്ല, പ്രവൃത്തിയാലല്ല രക്ഷ, ദൈവത്തിന്റെ കൃപയാലാണ്. വിശ്വസിക്കുമ്പോൾ, ഇനിയും പ്രത്യേകം ഓർക്കണേ, ഈ വിശ്വസിക്കുന്നതും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ടോ? ഈ വിശ്വസിക്കുന്നതും എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ബുദ്ധി കൊണ്ടല്ല. വിശ്വസിക്കുന്നതും എന്താ? കൃപയാൽ. എന്നോട് ശരിക്കും പറഞ്ഞാൽ കുര്യാച്ചൻ ബ്രദറൊക്കെ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. വിശ്വസിക്കാനുള്ള കൃപയും കർത്താവ് നമുക്ക് തരികയാണ്. അതാണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകത. വിശ്വസിക്കുവാനുള്ള കൃപയും ദൈവം നമ്മൾക്ക് നൽകുകയും. ഇതാണ് ഇവ തമ്മിലുള്ള താരതമ്യ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി 10-ാമതായി ഒത്തിരി വാക്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആശയം വ്യക്തമാക്കാൻ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഇതെല്ലാം പ്രവർത്തിക്കുക, ജീവിക്കുകയല്ല, പിന്നെ വിശ്വസിക്കുക, ജീവിക്കുക എന്നുള്ളതാണ് ഈ പുതിയ നിയമകാലഘട്ടത്തിലെ പ്രമാണം. 22-ാം വാക്യം ഗലാത്യർ 3:22, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് വിശ്വാസത്താൽ, കൃപയാൽ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് അത്. ഈ 10-ാമതായിട്ട് ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ചിന്തിക്കാൻ പോകുന്നത്, ഈ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അത് ഏതുത്തമനായ മനുഷ്യനെയും ന്യായപ്രമാണം കുറ്റം തിരിക്കും. ഏതുത്തമനായ മനുഷ്യനെയും. ഞാന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തൻ്റെ കാര്യം പറയുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സാക്ഷ്യം അവിടെ താൻ പറയുന്നുണ്ട്. താൻ ഏത് ഗോത്രക്കാരനായിരുന്നെന്നും 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനായിരുന്നെന്നും ഇസ്രായേൽ ജാതിക്കാരനായിരുന്നു. ഇതൊക്കെ താൻ പറയുകയാണ്. താനെ വളരെ ന്യായപ്രമാണത്തിന്റെ മുമ്പിൽ താൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? ന്യായപ്രമാണത്തിന്റെ മുമ്പിൽ താൻ തന്നെ വ്യക്തമാക്കുന്ന കാര്യം അനിന്ദ്യനെന്നാണ്.
ന്യായപ്രമാണത്തിന്റെ മുമ്പിൽ ആർക്കും നിന്ദിക്കാൻ കഴിയാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു പൗലോസ് അഥവാ ശൗൽ. ഒറ്റ വ്യക്തിക്കും നീ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയാൻ കഴിയാത്ത അത്ര കുറ്റമറ്റ ജീവിതത്തിന്റെ ഉടമയായിരുന്നു പൗലോസ് ലീഹ. ആ പൗലോസ് ലീഹയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ആ കുറ്റമറ്റ ജീവിതം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയുമായിരുന്നോ? ഇല്ല. കാരണം എന്താ? റോമർക്ക് എഴുതിയ ലേഖനം ഞാൻ ഇന്ന് പകലിരുന്ന അതെല്ലാം അങ്ങ് ധ്യാനിക്കുകയായിരുന്നു. ഞാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിട്ട് വായിച്ചാൽ മതി. അവിടെ നമ്മൾ വായിക്കുന്നത് ഒരു നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും. ഈ പൗലോസ് പോലും, ഇത്ര തികഞ്ഞ ജീവിതം നയിച്ച പൗലോസ് പോലും ന്യായപ്രമാണത്തിന്റെ മുമ്പിൽ ആരല്ല? നീതിമാനല്ല, കുറ്റക്കാരനാണ്. അതിന്റെ ഒടുവിൽ കൺക്ലൂഷനായിട്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പൗലോസ് പറയുന്ന വാചകം കണ്ടോ? 23-ാം വാക്യം എന്താ? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് സകല മനുഷ്യരും. നോക്കണം, ഏതുത്തമനായ മനുഷ്യനെയും ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു? കുറ്റക്കാരനാക്കുകയാണ്. ഞാൻ ഇനിയും പറയുന്ന കാര്യം ഞാൻ പറയുന്ന അർത്ഥത്തിലേ മനസ്സിലാക്കൂ. ലോകം കണ്ടതിൽ ഏറ്റവും വിശുദ്ധമായ ജീവിതം നയിച്ചതാരാ? യേശുക്രിസ്തുവാ. ആ യേശുക്രിസ്തുവിനെ ഈ ന്യായപ്രമാണത്തിന്റെ കാവൽക്കാരെന്ന് പറഞ്ഞവരെന്താ ചെയ്തത്? എന്താ ചെയ്തത്? അവര് ഒരു വലിയ കാര്യം ചെയ്തു. യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ കാര്യം ചെയ്തു എന്നുള്ള സംതൃപ്തി അവർക്കുണ്ടായത്. മനസ്സിലായോ? എന്താ ആ വലിയ കാര്യം? എന്താ? ഞങ്ങളുടെ ന്യായപ്രമാണത്തിനെതിരായി ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനെ ഞങ്ങൾ കൊന്നു. മനസ്സിലായോ? ഏതുത്തമനായ മനുഷ്യനെ കൊന്നുകളെ. ഇതാണ് ന്യായപ്രമാണം. എന്തെങ്കിലും കുറ്റമുണ്ടാക്കി അവനെ കൊല്ലുക എന്നുള്ളതാണ് ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയട്ടെ. മോശ ന്യായപ്രമാണം ആര് മാത്രമാണ് വന്നത്? ഞാൻ ഇന്ന് പകല് ഇത് ചിന്തിച്ചപ്പം ഒരു വശത്ത് ചിരിയും ഒരു വശത്ത് സങ്കടവും എനിക്കും. എന്താണെന്നറിയോ? ആ പുള്ളി അങ്ങോട്ട് വിട്ടില്ല. കനാൻ ദേശത്തിൽ കയറാൻ പറ്റുമോ? വിട്ടില്ല. ന്യായപ്രമാണം മനുഷ്യന് കൊടുത്ത കൈമാറിയ മോശ എന്ന ഉത്തമനായ മനുഷ്യൻ, ആ മനുഷ്യന് പോലും കനാനിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ പറയട്ടെ, എത്ര കൃത്യമാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയം. ഏതുത്തമനായ മനുഷ്യനെയും പാപത്തിന്റെ കീഴിൽ അടച്ചു കളയുക, പാപിയായി ചിത്രീകരിക്കുക, കുറ്റവാളിയായി ചിത്രീകരിക്കുക. ആരെയാ? നീതിമാനെ, നല്ലവരെ, ഉത്തമനായ മനുഷ്യനെ. എന്നാൽ പുതിയ നിയമം കൃപ എന്താ ചെയ്യുന്നത്? സ്തോത്രം, ദൈവത്തിന് മഹത്വം. പുതിയ നിയമം എന്താ ചെയ്യുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഞാൻ ഒരുപാട് വാക്യങ്ങള് ഇതിനോട് ചേർത്ത് റെഫറൻസസ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. റോമർ 4:5 അവിടെ ഒരു പ്രയോഗമുണ്ട്. എന്താ? പ്രവർത്തിക്കാത്തവനെങ്കിലും ഒരാൾ വായിച്ചു. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ? നീതീകരിക്കുക. കൃപ ചെയ്യുന്നത് എന്താ?
എനിക്കങ്ങ് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആമേൻ. മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. അഭക്തനെ നീതീകരിക്കുന്നവനെ ന്യായപ്രമാണം നീതിമാനെ കുറ്റവാളിയാക്കുന്നു. ന്യായപ്രമാണം ഉത്തമനെ, ഏറ്റവും നല്ല മനുഷ്യനെ അവൻ കുറ്റവാളിയാണെന്ന് പറയുന്നു. എന്നാൽ കൃപയുടെ പ്രമാണം ഏതു ഹീനപാപിയെയും നീതീകരിക്കുന്നതാണ്. കൃപയുടെ പ്രമാണം. ദൈവത്തിന് സ്തോത്രം. കോടാനുകോടുകളിൽ സ്വർഗത്തിൽ കാണും കേട്ടോ. നമ്മുടെ കർത്താവിനോടൊപ്പം കോടാനുകോടികളെ നമ്മൾ കാണും. അവരെല്ലാം നീതിമാന്മാരായിരുന്നത് കൊണ്ട് സ്വർഗത്തിൽ ചെന്നതല്ല, പിന്നെ പാപികളായിരുന്നിട്ടും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് മാത്രം. പൗലോസ്ലീഹ ഞാൻ പറഞ്ഞല്ലോ, ന്യായപ്രമാണ പ്രകാരം തൻ്റെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ജീവിതത്തെ ഒരു അവലോകനം നടത്തിയിട്ട് പൗലോസ് പറഞ്ഞെന്താ, ന്യായപ്രമാണ പ്രകാരം നോക്കിയാൽ ഞാൻ അനിന്ദ്യനാണ്. ഞാൻ ആർക്കും എന്നെ നിന്ദിക്കാൻ പറ്റില്ല. പക്ഷേ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ താൻ നിന്നപ്പോൾ താൻ പറഞ്ഞ എന്താണെന്നറിയാമോ? 1 തീമോഥെയോസ് 1:15. 1 തീമോഥെയോസ് 1-15 ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. പിന്നെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. സ്തോത്രം. ഞാൻ ആ വാചകവുമായി വരാനാണ് ഞാൻ കാത്തിരുന്നത്. എന്താ? പാപികളിൽ ഒന്നാമനെ വിശുദ്ധന്മാരിൽ ഒന്നാമനാക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ് ദൈവകൃപ, കൃപയുടെ സന്ദേശം. ഇത് തിരുവെഴുത്തിൽ ആവർത്തിച്ച് നമ്മൾ കാണുന്ന ഒരു വലിയ സത്യമാണ്. ഏറ്റവും നല്ല, ഏറ്റവും ഉത്തമനായ മനുഷ്യനെ ന്യായപ്രമാണം കുറ്റവാളിയാക്കുമ്പോൾ കൃപ അഭക്തനെ നീതീകരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനങ്ങൾ പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? പാപിയായിരുന്ന എന്നെ കൃപ രക്ഷിച്ചത് കൊണ്ടാണ്, കൃപ വിശുദ്ധീകരിച്ചത് കൊണ്ടാണ്. ഞാൻ ഒരു വലിയ സത്യം പറയട്ടെ. ലോകത്തിലുള്ള സകല മതങ്ങളും, ഈ യഹൂദന്മാരുടെ മതം ഉൾപ്പെടെ, ഇസ്രായേല്യരുടെ മതം ഉൾപ്പെടെ, ലോകത്തിലുള്ള എല്ലാവരും നല്ലവർക്ക് സ്വർഗം നൽകുമ്പോൾ, നല്ലവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുമ്പോൾ, പാപിക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന ഒരേ ഒരു സന്ദേശമേ ഈ ലോകം കണ്ടിട്ടുള്ളൂ. അതാണ് കൃപയുടെ സന്ദേശം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ദൃഷ്ടാന്തമുണ്ട്. ഈ പരസ്യയോഗങ്ങൾക്കും കൺവെൻഷനും ഒക്കെ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആളാമ്പ്രതി വേല ചെയ്യുന്ന ദൈവദാസന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദൃഷ്ടാന്തം ഞാൻ പറയാറുണ്ട്. അത് ഞാനിവിടെ ആവർത്തിക്കാം. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഈ ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് ഇവിടെയുള്ള നീതിമാന്മാരെ മുഴുവനും ഒരു വലിയ ചാക്കും കൊണ്ടാണ് വന്നേക്കുന്നത്. വലിയ ചാക്കെന്ന് പറഞ്ഞാൽ ഈ ഭൂഗോളത്തോളം വലിപ്പമുള്ള ഒരു വലിയ ചാക്കും കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെയുള്ള നീതിമാന്മാരെ മുഴുവൻ ആ ചാക്കിനകത്താക്കി സ്വർഗത്തോട്ട് കൊണ്ടുപോകാൻ ഒരു ദൂതൻ വന്നു എന്ന് വിചാരിക്കുക. നീതിമാന്മാരെ അകത്താക്കി ഇങ്ങോട്ട് കൊണ്ടുപോവാ, ബാഗിനകത്താക്കി സ്വർഗത്തിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സ്വർഗത്തിലോട്ട് കൊണ്ടുപോവാ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണേ. അങ്ങനെയാണെങ്കിൽ എത്ര നീതിമാന്മാരെ കൊണ്ടുപോകാൻ പറ്റും? ഒരുത്തം പോലും ഇല്ല. ഒഴിഞ്ഞ ചാക്കുമായിട്ട് തിരിച്ചു പോവുകയുള്ളൂ.
കേട്ടോ. എന്നാൽ സ്വർഗം വെടിഞ്ഞ് 2000 ആണ്ടുകൾക്കപ്പുറത്ത് ഒരുത്തനൂടെ വന്നു പാപിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട്, പാപിയെ നീതീകരിക്കുവാൻ വേണ്ടി സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക്. ഇതാണ് ന്യായപ്രമാണം, കൃപയും. ന്യായപ്രമാണം മാത്രമല്ല, ലോകത്തിലുള്ള ഏത് മതത്തിന്റെയും പ്രമാണം നല്ലവനെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. എന്നാൽ കൃപയുടെ പ്രമാണം ഹീന പാപിയെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് സഹായിക്കട്ടെ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഞാനൊരു ഒരു ഔട്ട്ലൈൻ തരുന്നു എന്നുള്ളത്, നിങ്ങൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ, ഒരുപാട് വചനങ്ങൾ ഇതോട് ചേർത്ത് ചിന്തിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തു സ്വർഗം വാഗ്ദാനം ചെയ്തത് ഒരു പെരുങ്കള്ളനാണ്. അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പരദീസയിലിരിക്കും. പക്ഷെ ഒരൊറ്റ വാചകം പറഞ്ഞാൽ മതി കേട്ടോ, എന്നെ കൂടെ ഓർത്തോണം. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ 10ാമത്, ന്യായപ്രമാണം ഏതുത്തമനായ മനുഷ്യനെയും കുറ്റവാളിയാക്കുമ്പോൾ കൃപയുടെ പ്രമാണം ഏത് ഹീനപാപിയെയും നീതീകരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു എന്നുള്ള അഭക്തനെ നീതീകരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടല്ലോ, അഭക്തൻ, ബലഹീനൻ, പാപി, ദൈവത്തിന്റെ ശത്രു, ഇങ്ങനെയുള്ളവരെയാണ് സുവിശേഷം നീതീകരിക്കുന്നത്. 11ാമതായി, ന്യായപ്രമാണം കൃപയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ ഒരുപാട് വിശദീകരിച്ച് ചിന്തിച്ചാൽ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ കാൽക്കലോട്ട് വീണിട്ട് നമ്മൾ അങ്ങ് സ്തോത്രം ചെയ്യും. ഞാൻ പറയാൻ പോകുന്നതിനെ കുറിച്ച് ഇപ്പോഴും അതിനു മുമ്പ് പറഞ്ഞു എന്നുള്ളത് എന്താണെന്നറിയാമോ? ന്യായപ്രമാണം എല്ലാം കൃത്യമായി ചെയ്തവനിലും പിന്നെയും പാപബോധം ബാക്കി നിർത്തും. മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തവനെയും പാപബോധം ബാക്കി നിർത്തും. അത് ഞാനിങ്ങനെ പറഞ്ഞാൽ അത് അത്ര കണ്ടത് മനസ്സിലാകുമോ എന്നെനിക്ക് സംശയമുണ്ട്. നോക്കണം, എബ്രായർക്ക് എഴുതിയ ലേഖനം, അത് എബ്രായ ലേഖനം ആ ആശയം വ്യക്തമാക്കുന്ന ലേഖനമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 2-ാം വാക്യം നോക്കി. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ്ക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. ഈ 2 വാക്യങ്ങളും 3-ാം വാക്യം കൂടെ ചേർത്ത് എഴുതണേ. എന്നിട്ട് ഒന്ന് ചിന്തിച്ചേ. കഴിഞ്ഞ വർഷം യാഗം അർപ്പിച്ചു. എന്തിനാ? പാപങ്ങൾ മാറാൻ. പാപത്തിന്റെ മോചനം തീർന്നില്ലേ? പാപം മോചിച്ചില്ലേ? ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഈ വർഷം എന്ത് ചെയ്യുക? യാഗം കഴിക്കുക. എന്താ ആണ്ടുതോറും എന്തുകൊണ്ടാ? പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാവുന്നു. പാപങ്ങളുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൽ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നവന് ചാകുന്നിടം വരെ, കണ്ണടയ്ക്കുന്നിടം വരെ സമാധാനം കൊടുക്കുകയില്ല. പാപത്തിന് ഞാൻ സ്വർഗത്തിൽ പോകുമോ? ഇന്നലെ ഞാൻ അങ്ങനൊരു കാര്യം ചിന്തിച്ചില്ലേ? അപ്പോ ചാകുന്നതിന് തൊട്ട് മുമ്പ് ഒരു യാഗം അർപ്പിച്ചു പോകാൻ പറ്റുമോ? സമയമില്ല, അതിനുള്ള കഴിവില്ല. ഞാൻ പറയട്ടെ, ന്യായപ്രമാണ പ്രകാരം ശ്രദ്ധിച്ചാൽ ഈ ന്യായപ്രമാണത്തിന്റെ കർമ്മങ്ങൾ കൃത്യമായിട്ട് ആചരിക്കുന്നവന് പോലും എന്തുണ്ടാകുന്നില്ല? പാപത്തിന്റെ മോചനം എന്ന സംതൃപ്തി ഉണ്ടാകുന്നില്ല. ഇതിന് വേറൊരു വിധത്തിൽ ഞാനിത് വ്യക്തമാക്കാം. നോക്കട്ടെ,
9-ാം അധ്യായം, എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കി. എല്ലാവരും വളരെ ശ്രദ്ധിക്കണേ, ഇതൊരു പ്രധാന ആശയം. 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരനെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാട് എന്ത് വരുന്നില്ല? പൂർണ്ണ സമാധാനം വരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ശുദ്ധനായി, എൻ്റെ പാപം മോചിക്കപ്പെട്ടു, ഞാൻ ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ കാണും എന്നുള്ള പരിപൂർണമായ മനസാക്ഷിയുടെ സംതൃപ്തി, മനസാക്ഷിയുടെ പിൻബലം ന്യായപ്രമാണം നൽകുന്നില്ല. മനസ്സിലായോ? യാഗമർപ്പിക്കുന്നുണ്ട്, ന്യായപ്രമാണം പാലിക്കുന്നുണ്ട്, ദൈവാലയത്തിൽ പോകുന്നുണ്ട്, മഹാപുരോഹിതന്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നുണ്ട്, കൂടെ കൂടെ കൊണ്ടുപോയി യാഗം കൊണ്ടുപോയി അർപ്പിക്കുന്നുമുണ്ട്. പക്ഷെ എന്തുമാത്രമില്ല? സമാധാനമില്ല. മനസാക്ഷിയിൽ സമാധാനമില്ല. മനസ്സിലായോ? ഇതാണ് ന്യായപ്രമാണത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവര്? ന്യായപ്രമാണം ഒരു പാപിക്കും സംതൃപ്തിയോട് എൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോകാൻ ന്യായപ്രമാണം സമ്മതിക്കയില്ല. ന്യായപ്രമാണത്തിന്റെ കഴിവുകേട് ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു വിഷയമാണ് കേട്ടോ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കുക, അല്ലേ? ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ, അതിനെ അണ്ടർലൈൻ ചെയ്യുന്നു ചുവന്ന മഷിക്ക്. ഏതിന്? ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം കഴിവ് കെട്ടതാ കേട്ടോ. ഇതും പൊക്കിക്കൊണ്ട് പലരും നടക്കുന്നു, ഇനി കാണുന്നുണ്ടേ നമുക്ക് സങ്കടം. ന്യായപ്രമാണം കഴിവ് കെട്ടതാണ്. എന്താ ന്യായപ്രമാണത്തിന്റെ കഴിവുകേട്? നോക്കിയേ, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം എന്താ? മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം തരുവാൻ കഴിയാത്തതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന്റെ യാഗങ്ങൾക്ക്, ന്യായപ്രമാണത്തിന് നമ്മുടെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം തരുവാൻ കഴിയില്ല. സ്തോത്രം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. അവിടെ വന്നിട്ട് നമുക്കൊന്ന് നോക്കാം. എന്നാൽ കൃപ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 12 മുതൽ 18 വരെ ഒന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞു ഇപ്പൊ വായിക്കണ്ട, സമയം ഒത്തിരി പോകും. 12-ാം വാക്യം, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി വർഷാവർഷമില്ല, കൂടെ ഇല്ല കേട്ടോ യാഗം. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി, സ്തോത്രം. എന്താ അടുത്ത വാചകം? ഏകയാഗം, കൽവരിയിൽ കുരുളറക്കപ്പെട്ട ദൈവ കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തു തന്റെ ഒരേ ഒരു യാഗത്താൽ, ഏകയാഗത്താൽ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കിയേ, സദാകാലത്തേക്കും ചാകുന്നിടം വരെ വിശ്വസിച്ച ഒരു വ്യക്തിയുടെ പാപത്തിന് പരിഹാരം വന്നു. മരിക്കുന്നിടം വരെയുള്ള സദാകാലത്തേക്കുമുള്ള പാപമോചനം. നോക്കണം, 14-ാം വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് എന്ത് ചെയ്തു? സദാകാലത്തേക്കും സൽഗുണപൂർത്തി. സൽഗുണപൂർത്തി എന്ന് മലയാളത്തിൽ പറഞ്ഞേക്കുന്നത് ആർക്കും ഒന്നും മനസ്സിലാകത്തില്ലെന്നേ. ഈ സൽഗുണപൂർത്തി എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം? ഇംഗ്ലീഷിൽ നോക്കണം, പെർഫെക്ഷൻ. അതാണ് ഇംഗ്ലീഷിലെ വാക്ക്. എന്നെയും നിങ്ങളെയും സമ്പൂർണരാക്കി.
ഒരേ ഒരു യാഗത്താൽ എന്ന് വരെ, അടുത്ത പാപം ചെയ്യുന്നിടം വരെ അല്ല കേട്ടോ. രക്ഷയുടെ ഭദ്രതയിൽ വിശ്വസിക്കാത്തവരോട് പറയട്ടെ, അടുത്ത പാപം ചെയ്യുന്നിടം വരെ അല്ല, പിന്നെ മരിക്കുന്നിടം വരെ. ഹല്ലേലൂയ, എന്റെ ദൈവത്തിന് സ്തോത്രം. 17-ാം വാക്യവും 18-ാം വാക്യവും കൂടെ വായിച്ചങ്ങ് നിർത്താം. നോക്കിക്കേ, അവരുടെ പാപങ്ങളെയും ഞാൻ ഇനി ഒരു നാളും ഓർക്കയില്ല. അടുത്ത വാക്യം, എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് പാപങ്ങൾക്ക് ഒരു യാഗവും ഇനി ഒരു യാഗവും വേണ്ട. ഇതാണ് കൃപ ഒരു വ്യക്തിക്ക് നൽകുന്ന മനസാക്ഷിയിലെ ശാന്തി, മനസാക്ഷിയിലെ സമാധാനം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെത്രയോ ഭാഗ്യശാലികളാണ്, നമ്മളെത്രയോ അനുഗ്രഹീതരാണ്. ഒരിക്കൽ എന്നേക്കുമായി ഞാൻ ഇതൊക്കെ വായിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇതൊക്കെ പറയുമ്പോൾ ഈ 10-ാം അധ്യായത്തിന്റെ തന്നെ 22-ാം വാക്യം നോക്കി, അവിടെ ഇത് കുറെ കൂടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്താ? നാം ദുർമനസാക്ഷി നീങ്ങുമാറ്. ന്യായപ്രമാണ കാലത്ത് ജീവിച്ചിരുന്നവൻ 10,000 യാഗം അർപ്പിച്ച് പുഴ പോലെ ചോര ഒഴുക്കിയാലും അവന് എന്ത് ചെയ്തില്ല? മനസാക്ഷിയിൽ സമാധാനം വരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിച്ച ഒരു ദൈവത്തിന് അവന്റെ ദുർമനസാക്ഷി നീങ്ങി. കാരണം എന്താണെന്നറിയാമോ? ആ രക്തം ഹൃദയത്തിൽ തളിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ, ഇതൊരു പ്രാവചനിക വചനമാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, മിശിഹായെ കുറിച്ചുള്ള ഒരു പ്രവചന വചനമാണ്. 9-ാം അധ്യായത്തിൽ അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. മിശിഹ വന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ 70 ആഴ്ചവട്ടം എന്നുള്ള പ്രവചനമൊന്നും പറയാൻ പോകുന്നില്ല കേട്ടോ. എന്നാൽ ആ വാക്യം സൂക്ഷിച്ചു നോക്കിയേ. പലരും ഈ വാക്യം എടുത്ത് പ്രവചനം സ്ഥാപിക്കാനാണ് പോകുന്നത്, 70 ആഴ്ചവട്ടം സ്ഥാപിക്കാനാ പോകുന്നത്. പക്ഷെ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് നോക്കിയേ. എന്താ? അതിക്രമത്തെ തടസ്സം ചെയ്ത്, പിന്നെ പാപങ്ങളെ മുദ്രയിടുവാൻ. എന്റെ ദൈവത്തിന് സ്തോത്രം. പാപങ്ങളെ മുദ്രയിടുവാനും പിന്നെ അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും. എത്ര വാക്കുകൾ അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? എന്തൊക്കെയാ? അതിക്രമം തടസ്സം ചെയ്തു, പിന്നെ പാപങ്ങളെ മുദ്രയിട്ടു, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്തു, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തി, നീതി വരുത്തി. എവിടായിരുന്നു സംഭവിച്ചത്? കാൽവരിയിലെ കുരിശിൽ. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള സാരതരമായ വ്യത്യാസം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വ്യത്യാസം. എല്ലാം കൃത്യമായി, ജിജി സഹോദരൻ കേൾക്കുന്നുണ്ടോ? ന്യായപ്രമാണം എല്ലാം കൃത്യമായി ചെയ്തവനിലും കുറ്റബോധം ബാക്കി നിർത്തുമ്പോൾ കൃപ ഒരു പാപിയിൽ പൂർണ്ണ സമാധാനം വരുത്തുക. ഇനി 12-ാമതായി ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വ്യത്യാസത്തിൽ
12ാമത്തതായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, 12ാമത്തതായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട, എനിക്ക് ആ വാക്ക് അങ്ങനെ പറയുന്ന അത്ര ഇഷ്ടമുള്ള വാക്കല്ല, പദപ്രയോഗമല്ല, 7-ാം കൽപ്പന ലംഘനത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിർത്തുന്നു. കണ്ടോ? 8-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നതാണ്. എന്താ? മോശയുടെ ന്യായപ്രമാണ പ്രകാരം എന്ത് ചെയ്യണം? അവളെ എറിഞ്ഞ് കൊല്ലണം. ന്യായപ്രമാണം എന്ത് ചെയ്യാന്നറിയാമോ? കൽപ്പന ലംഘിക്കുന്നവനെ കൊല്ലുകയാണ് ന്യായപ്രമാണം ചെയ്യുന്നത്. 7-ാം കൽപ്പന ഉൾപ്പെടെയുള്ള ഏത് കൽപ്പന ലംഘിച്ചാലും കൊല്ലുക എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ കൊല്ലണമെന്നാ പറഞ്ഞേക്കുന്നത്? കല്ലെറിഞ്ഞ് കൊല്ലണം. അതെന്തിനാ ഈ കല്ലെറിയുന്നത്? വാളും കൊണ്ട് വെട്ടിക്കൊന്നാ പോരെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൈ കൊണ്ട് അടിച്ചു കൊന്നാ പോരെ? കാരണം എന്താണെന്നറിയാമോ? ഒരു പാപിയെ തൊടാൻ പാടില്ല. നേരിട്ടോ അല്ലാതെയോ ഒരു പാപം ചെയ്ത, കൽപ്പന ലംഘനം ചെയ്ത ആളിന്റെ സ്പർശനം, ആളിനെ സ്പർശിക്കാൻ പാടില്ല. അതിനാണ് ഈ കല്ലെറിഞ്ഞു കൊല്ലാൻ പറയുന്നത്. മോശ അതാണ് പറഞ്ഞത്. ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം എഴുതിയിട്ടാ മതി. കൊല്ലുക, ശിക്ഷ വിധിക്കുക, കല്ലെറിയുക. ഈ ഭാഗമൊക്കെ ദൈവം എന്ന് വെച്ചാൽ നമ്മൾ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറെ കൂടെ അത് ലളിതമായിട്ട് വിശദമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ ഒരു പ്രമാണം ഇവർ ലംഘിച്ചു കേട്ടോ. ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നവര് ഒരു പ്രമാണം ലംഘിച്ചു. എന്താണെന്നറിയാമോ? ഇത് പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ്. എന്താ കണ്ടോ? പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, പാപം ചെയ്യുന്നത് കണ്ടവര് പിടിച്ചോണ്ട് വരിക, പാപത്തിൽ പിടിക്കപ്പെട്ടവളാണ്. എന്നാൽ ന്യായപ്രമാണം പറയുന്നത് എന്താണെന്നറിയാമോ? ന്യായപ്രമാണം പറയുന്നത് 7-ാം കൽപ്പന ലംഘനം ഒരാൾ ചെയ്യുമ്പോൾ, അതിലേർപ്പെടുമ്പോൾ ആ ആളിനെ മാത്രമല്ല അതിനകത്തെ കൂട്ടുപ്രതിയും കൊണ്ടുവരണം. 2 പേരെയും കൊണ്ടുവന്ന് കല്ലെറിയണം. 2 പേരെയും കൊണ്ടുവരണം. സ്ത്രീയെ മാത്രം കൊണ്ടുവന്നാൽ പോരാ. പിന്നെന്ത് ചെയ്യണം? പുരുഷനെയും കൊണ്ടുവരണം. ന്യായപ്രമാണം അതാ പറയുന്നത്. ആവർത്തന പുസ്തകത്തിൽ അതാ പറയുന്നത്. പുരുഷനെയും സ്ത്രീയെയും കൊണ്ടുവരണം. പക്ഷെ ഇവിടെ ആരെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ? സ്ത്രീയെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇത് സംബന്ധിച്ച ഒരു പ്രസംഗം നടത്തിയപ്പോ ആർ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ദൈവദാസൻ പറഞ്ഞ ഒരു വാചകം, ഒരു ഫലതോക്തി കലർത്തി അദ്ദേഹം പറഞ്ഞത്, ഈ പാപത്തിൽ ഏർപ്പെട്ട പുരുഷനുണ്ടല്ലോ, അവൻ ഇവളെ എറിയാൻ കല്ലും കൊണ്ട് ഈ കൂട്ടത്തിൽ നിപ്പുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പക്ഷേ ശരിയായിരിക്കാം. ഞാൻ അതിന്റെ മറ്റു സാഹചര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്താ സംഭവിച്ചത്? കർത്താവ് പറഞ്ഞത് കല്ലെറിയണ്ടെന്ന് പറഞ്ഞില്ല. കാരണം എന്താണെന്നറിയാമോ? ന്യായപ്രമാണം പറയുന്നത് കല്ലെറിഞ്ഞു കൊല്ലണമെന്നാ. യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, നിവർത്തിപ്പാനാ വന്നത്. അപ്പൊ ന്യായപ്രമാണത്തിനെതിരായി യേശു കർത്താവ്, അതിനായി ഇവർ പിടിച്ചോണ്ട് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന്, ഇല്ലെങ്കിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നാ പോരെ. യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന എന്തിനാണെന്നറിയാമോ? കർത്താവിനെ കുരുക്കാനാ. കർത്താവ് ഇവിടെ കൊല്ലാൻ അനുവദിക്കുകയെന്ന് ഇവർക്ക് ഒരു മുൻധാരണയുണ്ട്. അത് വെച്ചേ കൊണ്ടുവന്നു. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? എറിയണ്ടെന്ന് പറഞ്ഞില്ല. പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്താ? നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത്. അതാണ് വിഷയം കേട്ടോ.
നിങ്ങൾ ഈ പാപമില്ലാത്തവൻ കല്ലെറിയാണല്ലോ പറഞ്ഞത്. വളരെ സൂക്ഷിച്ചു വേണം. ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വചനം വ്യാഖ്യാനിക്കാൻ. കല്ലെറിയാണല്ലോ പറഞ്ഞത്. എന്താ? ആദ്യം കല്ലെറിയണം. അതിന്റെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് 8-ാം അധ്യായം പഠിക്കുമ്പോൾ ചിന്തിക്കുക. എന്നാൽ എന്താ ചെയ്ത്? എല്ലാവരും ഒരുത്തൻ കല്ലുമായിട്ട് വന്നവൻ, അവിടെ എഴുതിയിരിക്കുന്നത് മൂത്തവൻ മുതൽ താഴെയിട്ട് ഇളയവൻ വരെ. മൂത്തവൻ മുതൽ, ആദാം മുതൽ, കല്ലെടുത്തുകൊണ്ട് വന്ന ആദാം മുതൽ, അതാ മൂത്തവൻ അല്ലേ? ആദ്യത്തെ ആളതല്ലേ? ഉം. മൂത്തവൻ മുതൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇളയവര് വരെ കല്ലിട്ടിട്ട് പോയി. സ്തോത്രം. ഒടുവിൽ കർത്താവും ആ സ്ത്രീ സ്ത്രീ മാത്രമായി. മാത്രം ശേഷിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നതാ, കർത്താവ് ആ സ്ത്രീ മാത്രം. കർത്താവ് അവളോട് പറഞ്ഞ എന്താണെന്നറിയാമോ? പാപം ചെയ്യരുത്. കർത്താവ് അവളോട് പറഞ്ഞ എന്താ? 10-ാം വാക്യം, സ്ത്രീയെ അവരെവിടെ? നിന്നെ എറിയാൻ വന്ന പാർട്ടീസൊക്കെ എന്തി? അവരെവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? കല്ലെടുത്തോണ്ട് വന്ന ന്യായപ്രമാണം, കൊല്ലാൻ വന്ന ന്യായപ്രമാണം എന്തിയെ? ആരും ശിക്ഷ വിധിച്ചില്ലയോ? ഇനിയുമാണ് കൃപയുടെ രംഗപ്രവേശം. കൃപ പറയുകയാണ്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ന്യായമായി ശിക്ഷിക്കപ്പെടേണ്ട പാപിക്ക് ശിക്ഷ നൽകാൻ ന്യായപ്രമാണം വ്യഗ്രത കാണിക്കുമ്പോൾ ശിക്ഷിക്കപ്പെടേണ്ട പാപിയെ ശിക്ഷിക്കാതെ വിടുന്നതാണ് കൃപ, കർത്താവായ യേശുക്രിസ്തു. ഞാന് ഇതോട് ചേർത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ 1-2 വാചകത്തിൽ പറഞ്ഞ ഒത്തിരി റെഫറൻസസ് ഉണ്ട്. കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ നീതിമാന്മാരെ അല്ല, എനിക്ക് വേണ്ടത് നീതിമാന്മാരെ അല്ല. നമ്മൾ ആദ്യം അത് ചിന്തിച്ചതാണ്. കർത്താവ് ആരെയും ശിക്ഷിക്കുന്നില്ല, ഒരു പാപിയെയും ശിക്ഷിക്കുന്നില്ല. ഞാൻ ഈ ഭാഗം, ഞങ്ങളുടെ ഒരു ആരാധനയ്ക്ക് ഈ ഭാഗം ഞാൻ എടുത്ത്, അന്ന് ഞാൻ കൊച്ചു പയ്യനാ, എനിക്ക് തോന്നുന്നു 10-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരിക്കും. അന്ന് ഈ ഭാഗം എടുത്ത് ആരാധനയ്ക്ക് ഇത് വായിച്ചിട്ട് ഞാനിങ്ങനെ ഒരു ചിന്ത പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് യേശുക്രിസ്തു പറയാൻ കാരണം എന്താണ്? ഒരു പുസ്തകത്തിലും വായിച്ചതല്ല കേട്ടോ, ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നു. എന്താണ്, എന്തുകൊണ്ടാണ് യേശു കർത്താവ് അങ്ങനെ പറഞ്ഞത്? കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, മോളെ, അവരാരും നിനക്ക് ശിക്ഷ വിധിച്ചില്ല, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. എന്നാൽ നീ ചെയ്ത ഈ പാപത്തിലൂടെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ ശിക്ഷിക്കപ്പെട്ടോളാം. നീ സമാധാനത്തോടെ പോകും. യെശയ്യാപ്രവചനം 53-ാം അധ്യായം. നമ്മുടെ അകൃത്യം കർത്താവ് വെച്ചു, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ കർത്താവ് അനുഭവിച്ചു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ, സമാധാനം, ശിക്ഷ, ഇത് രണ്ടും കൂടെ നോക്കൂ. സമാധാനത്തോടെ പോയിക്കോ, ഞാൻ ആ ശിക്ഷ അനുഭവിച്ചോളാം. ഇതാണ് കൃപയുടെ മഹത്വം. 13-ാമതായി, ഏറ്റവും ഒടുവിൽ സമയമായി. സാറേ, ഒരു മിനിറ്റ് സാറേ, നമ്മൾ വായിച്ച അതിന്റെ ഒരു അതൊന്ന് കിട്ടിയെന്നല്ലായിരുന്നു. സഹപാപിയെയും കല്ലെറിയപ്പെടണമെന്ന് പറയുന്ന വാക്യം, അതിന്റെ കൺകോട്ട് സാറിന്റെ കയ്യിലുണ്ടോ? അത് ആവർത്തനം 22-ന്റെ 21 എന്തായിരുന്നു ഞാൻ പറഞ്ഞ ആ വാക്യം? അതിനകത്തുണ്ടോ? നോക്കിയില്ല.
അത് നോക്കിയേ, 22:21. 22:21. ഒരു അവർ യുവതി യുവതിയെ അവളുടെ 22-ാം വാക്യം കൂടെ, 22-ാം വാക്യം. ഒരു പുരുഷന്റെ പുരുഷന്റെ ഭാര്യയായ ഭാര്യയായ സ്ത്രീയോടുകൂടെ സ്ത്രീയോട് കൂടെ ഒരുത്തൻ ഒരുത്തൻ ശയിക്കുന്നത് ശയിക്കുന്നത് കണ്ടാൽ കണ്ടാൽ സ്ത്രീയോടുകൂടെ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും ശയിച്ച പുരുഷനും സ്ത്രീയും സ്ത്രീയും ഇരുവരും ഇരുവരും മരണശിക്ഷ മരണശിക്ഷ അനുഭവിക്കണം. രണ്ടുപേരും മരണശിക്ഷ അനുഭവിക്കണം. ഒരാളെ മാത്രം ശിക്ഷിച്ചാൽ പോരാ. ഓക്കെ ബ്രദറെ, മതിയല്ലോ. ഓക്കെ മതി മതി മതി. ഇനിയും ന്യായപ്രമാണത്തിൽ ഇടയനു വേണ്ടി ആട് കൊല്ലപ്പെടുന്നതാണ് കാണുന്നത്. ഞാൻ അവിടെ കൊണ്ട് ഈ പഠനം അവസാനിപ്പിക്കുകയാണ്. ന്യായപ്രമാണം കൃപയും തമ്മിലുള്ള താരതമ്യം. ഇടയനു വേണ്ടി ആട് കൊല്ലപ്പെടണം. മഹാപുരോഹിതനും പാപപരിഹാര ദിവസം പ്രാകാരത്തിൽ വന്ന് അദ്ദേഹമാണല്ലോ ജനത്തിന്റെ ഇടയൻ. അദ്ദേഹത്തിന് വേണ്ടി ഒരു മൃഗത്തെ യാഗമർപ്പിക്കണം, ഒരാടിനെ യാഗമർപ്പിക്കണം. ഇടയനു വേണ്ടി ആട് യാഗമർപ്പിക്കപ്പെടുകയാണ് പാപപരിഹാര ദിവസം. ഇബ്രായ ലേഖനം 5-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും ഈ ആശയം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാപുരോഹിതന് വേണ്ടി ആട് യാഗമാക്കപ്പെടണം. എന്നാൽ കൃപയ്ക്ക് കീഴിൽ, സ്തോത്രം, കൃപയ്ക്ക് കീഴിൽ ഇടയൻ ആടുകൾക്ക് വേണ്ടി മരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-11 വാക്യം, അവർക്ക് ജീവൻ ഉണ്ടാകാൻ, സമൃദ്ധിയായിട്ടുണ്ടാകാനാണ് ഞാൻ വന്നത്. നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നു, ജീവനെ കൊടുക്കും. നോക്കണം, ആടിനു വേണ്ടി ഇടയൻ ജീവൻ കൊടുക്കുകയാണ് കൃപയിൽ. അതേസമയം ന്യായപ്രമാണത്തിൽ ഇടയനു വേണ്ടി ആട് യാഗമാക്കപ്പെടുകയാണ്. 13 വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞു, ആവർത്തിക്കാൻ നിവൃത്തിയില്ല, ക്ഷമിക്കുക. നിങ്ങളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. എന്നാൽ കൃപ മുഖാന്തരം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾക്കായി നമ്മൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യോഹന്നാൻ 1:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 14-ാം വാക്യത്തിൽ യേശു ക്രിസ്തു കൃപ നിറഞ്ഞവനാണ്. 17-ാം വാക്യത്തിൽ യേശു ക്രിസ്തു മുഖാന്തരം കൃപ വന്നു. 16-ാം വാക്യത്തിൽ ആ കൃപയുടെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ, കൃപയല്ല പിന്നെ കൃപയുടെ മേൽ കൃപ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നു. ഈ കൃപയുടെ വ്യത്യസ്ത തലങ്ങൾ ഞാൻ റോമാലേഖനം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചപ്പോൾ കാര്യങ്ങൾ കുറെ കൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃപ ഒരിക്കലും നമ്മളെ വിട്ടകന്ന് നിൽക്കുന്നില്ല. ന്യായപ്രമാണം നമ്മളെ വിട്ടകന്ന് നിൽക്കുന്നതാണ്. കൃപ നമ്മളോട് ചേർന്ന് നിൽക്കുന്നതാണ്. സ്തോത്രം, നമ്മൾക്ക് ബലം തരുന്നതാണ്. അതാണ് പൗലോസിനോട് കർത്താവ് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. നമ്മുടെ ബലഹീനതയിൽ നമ്മൾക്ക് കൃപ ശക്തി നൽകി ശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ആ കൃപയിൽ നമ്മൾക്ക് ആശ്രയിക്കാം. ചെറിയാൻ സാർ എഴുതിയൊരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഞാൻ ആവർത്തിച്ച് പാടാറുണ്ടായിരുന്ന ഒരു പാട്ടാണ്. കൃപയേറും കർത്താവിലെ വിശ്വാസം, അതിനാൽ ആ കൃപയുള്ളതുകൊണ്ട് ഹൃദയത്തിൽ എന്തോ ഒരു ആശ്വാസം, ഹൃദയത്തിൽ ആശ്വാസം. അതെ, ആ പാട്ട് മുഴുവൻ ദൈവകൃപയെ കുറിച്ചുള്ള ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ തണലാകും, ഇരുൾ പാറയിൽ അനുദിനം ഒളി നൽകും. കൃപയാൽ എത്ര മനോഹരമായി ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കും. സ്തോത്രം.
ആ പാട്ട് തന്നെ ഇന്ന് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആ പാട്ട് ഒന്നുകൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.